Hi all, KTU BTech Mechanical Engineering 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ ആദ്യത്തെ ടോപ്പിക്ക് തിയറീസ് ഓഫ് ഫെയിലിയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിന് മുമ്പ് തേർഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ 2 dimensional, ദെൻ പ്രിൻസിപ്പൽ സ്ട്രെയിൻസ്, ദെൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ 3D ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് ഇൻ 3D. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ കൺസെപ്റ്റുകൾ അറിയണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ, അതല്ലെങ്കിൽ 2 dimensional ആയിട്ടുള്ള ഒരു ലോഡിംഗ് കേസിലുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, ഇപ്പോൾ ഒരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിൽ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ള പോലെ എക്സ് ഡയറക്ഷനിലൊരു ടെൻസൈൽ ലോഡ്, അത് കാരണമുള്ളൊരു സിഗ്മ എക്സ് എന്ന് പറയുന്ന ഒരു ടെൻസൈൽ സ്ട്രെസ്സ്, വൈ ഡയറക്ഷനിലൊരു ടെൻസൈൽ ലോഡ് ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവും. ദെൻ അവിടെ ഒരു ഷിയർ സ്ട്രെസ് ടോ എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഷിയർ സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതൊരു ലാമിന അല്ലെങ്കിൽ ഒരു ഏരിയ എലിമെൻ്റ് ആണ്. ദെൻ ഇതിൻ്റെ ഒരു പ്ലെയിൻ, ഒരു തീറ്റ ആംഗിളിൽ നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സ്ട്രെസ്സുകൾ കാരണം ആ ഒരു പ്ലെയിനിൽ തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിൽ ഒരു സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. ഒരു നോർമൽ സ്ട്രെസ്സും ഉണ്ടായിരിക്കും, ഒരു ഷിയർ സ്ട്രെസ്സും ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ കമ്പോണൻസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്നുള്ള രീതിയിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൽ നിന്ന് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്ന രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ വാല്യൂസ് ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സിഗ്മ 1 = സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ദെൻ ഇവിടെ ഈ ഒരു പ്ലസ് സിമ്പിൾ മൈനസ് സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ സിഗ്മ 2 എന്ന് പറയുന്ന സ്ട്രെസ് കിട്ടും. അപ്പോൾ ഇതിൽ സിഗ്മ 1 എന്ന് പറയുന്നത് ഒരു മാക്സിമം വാല്യൂവും സിഗ്മ 2 എന്നുള്ളതൊരു മിനിമം വാല്യൂവും ആവും. ദെൻ ഈ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു മാക്സിമം ഷിയർ സ്ട്രെസ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, കൂടുതൽ കൺസെപ്റ്റുകളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ ഒരു ടോപ്പിക് ഒന്ന് റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന മഹാദേവൻ ഡാറ്റ ബുക്കിൽ 5ാമത്തെ പേജ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് അവിടെ അവൈലബിൾ ആണ്. ദെൻ പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് 2 dimensional കേസിൽ അവിടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഉണ്ടാകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എപ്സിലോൺ 1 എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ സ്ട്രെയിൻ. അപ്പോൾ അവിടെ സിഗ്മ 1 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് മൈനസ് മ്യൂ എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോ ആണ്, ഇൻറ്റു സെക്കൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 2 ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്ലെയിൻ സ്ട്രെയിൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് എപ്സിലോൺ 1 എപ്സിലോൺ 2 എന്ന് പറയുന്ന രണ്ട് സ്ട്രെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയണം. ദെൻ ഇത് മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഇതേ സെയിം ഇക്വേഷൻ അല്ല, അവിടെ എപ്സിലോൺ എക്സ് = സിഗ്മ എക്സ് സിഗ്മ വൈ എന്നൊക്കെ പറയുന്ന ടേമിൽ ഈ ഒരു സ്ട്രെയിൻസിൻ്റെ ഇക്വേഷൻസ് ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 7 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ദെൻ 3 dimensional state of stress.
ആ ഒരു കേസിൽ എങ്ങനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ വരിക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ എക്സ് വൈ ഇസഡ് ഡയറക്ഷനുകളിൽ നോർമൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഈ ഒരു ക്യൂബിൻ്റെ സർഫസിൽ ഓരോ ഡയറക്ഷനിലും ടോ എക്സ് വൈ, ടോ വൈ സെഡ്, ടോ ഇസഡ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് സെഡ് എക്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയറക്ഷനിലും ഷിയർ സ്ട്രെസ്സുകളും ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് 3 ഡയമെൻഷണൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിതിനെ ഒരു മാട്രിക്സിൻ്റെ ഒരു മാട്രിക്സായിട്ട് നമുക്ക് ഒരു 3 ഡയമെൻഷണൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് ടെൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്ന് പറയുന്ന വാല്യൂസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഇത് ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള തന്നെയായിരിക്കും. സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിൽ I1, I2, I3 എന്നൊക്കെ പറയുന്നത് സ്ട്രെസ് ഇൻവാരിയൻസ് ആണ്. ഈ ഒരു ഡിറ്റർമിനൻറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. ദെൻ I1, I2, I3 എന്ന് പറയുന്ന 3 സ്ട്രെസ് ഇൻവാരിയൻസിനെ നമുക്ക് എളുപ്പം ഓർത്തെടുക്കാവുന്ന രീതിയിൽ ഇക്വേഷൻസിൻ്റെ ഫോമിൽ നമുക്കത് ഓർമ്മിക്കാനായിട്ട് പറ്റും. അപ്പോൾ I1 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്ട്രെസ്സുകളുടെ സമ്മാണ്, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ്. ദെൻ I2 എന്നുള്ളത് ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, ദെൻ I3 എന്നുള്ളത് തൊട്ട് മുമ്പ് കണ്ട ആ ഒരു മാട്രിക്സിൽ തന്നെ ഒരു മൈനസ് സിഗ്മ, ഡയഗണൽ എലമെൻസിലൊക്കെ ഒരു മൈനസ് സിഗ്മ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ഡിറ്റർമിനൻറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I3. അപ്പോൾ ഈ പറഞ്ഞ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ്, അതേപോലെ ടോ എക്സ് വൈ, ടോ വൈ സെഡ്, ടോ സെഡ് എക്സ് എന്നൊക്കെ പറയുന്ന വാല്യൂസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ I1, I2, I3 എന്ന് പറയുന്ന 3 സ്ട്രെസ് ഇൻവാരിയൻസിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കൊരു വലിയൊരു മാട്രിക്സ് സോൾവ് ചെയ്ത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഈ ഒരു 3 ഇൻവാരിയൻസിൻ്റെ ഇക്വേഷൻസ് അറിയണം. ഇത് മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഈ ഒരു കേസ് നമുക്ക് അവൈലബിൾ അല്ല. പകരം PSG ഡാറ്റ ബുക്കിൽ ഈ ഒരു ഡാറ്റ അവൈലബിൾ ആണ്. അപ്പോൾ ചില കേസിൽ നമുക്ക് ഇത് ആവശ്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രെസ് ഇൻവാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പത്തെ പേജിൽ കണ്ട ആ ഒരു ക്യൂബിക് ഇക്വേഷനിൽ I1, I2, I3 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനുകളിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വാല്യൂസ് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ 3 വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് ഇൻ 2D എന്ന് പറഞ്ഞ കേസിൽ കണ്ട പോലെ തന്നെ 3 ഡയമെൻഷണൽ കേസിലും പ്രിൻസിപ്പൽ സ്ട്രെസ്സസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ വാല്യൂസ് നമുക്ക് ഈ പറയുന്ന ഈ കാണിച്ചിട്ടുള്ള ഇക്വേഷൻസിലുള്ളതുപോലെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയും യങ്സ് മോഡുലസ്, ഈ ക്യാപിറ്റൽ E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് വാല്യൂ ആണ്. ദെൻ മ്യൂ എന്നുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് പോയ്സൺസ് റേഷ്യോ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻസൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് തന്നെയാണ്. ഇതൊന്നും കൂടിയും ഒന്ന് റിഫ്രഷ് ചെയ്യാം. ദെൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. തിയറീസ് ഓഫ് ഫെയിലിയർ, അതല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ തിയറീസ് ഓഫ് ഇലാസ്റ്റിക് ഫെയിലിയർ എന്നുള്ള ഒരു കേസാണ് നമ്മൾ കാണുന്നത്. തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. ഒരു മെക്കാനിക്കൽ കമ്പോണൻറ്റ് ഫെയിൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ അതിൻ്റെ ഫെയിലിയറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മളതിൽ തന്നെ ഇപ്പോൾ ഇലാസ്റ്റിക് ആയിട്ട് അതല്ലെങ്കിൽ ഡക്റ്റൈൽ ഫ്രാക്ചറും ബ്രിട്ടിൽ ഫ്രാക്ചറും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതേപോലെ ഫാറ്റിക് ലോഡിങ്ങിൻ്റെ ഫാറ്റിക് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ചുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇലാസ്റ്റിക് ഫെയിലിയർ അല്ലെങ്കിൽ ഡക്റ്റൈൽ ബ്രിട്ടിൽ ഫ്രാക്ചേഴ്സൊക്കെ
കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള ഇക്വേഷൻസ് ആണ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ് ആണ് കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ തിയറീസ് ഓഫ് ഇലാസ്റ്റിക് ഫെയിലിയർ എന്ന് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു കമ്പോണൻ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡക്റ്റൈൽ ഫ്രാക്ചർ കാരണമുള്ള ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ ഡക്റ്റൈൽ ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡിങ് കാരണമുള്ളൊരു ഫെയിലിയർ എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു ബ്രിട്ടിൽ ഫ്രാക്ചർ എന്നുള്ള രീതിയിലേക്കും ഫെയിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഡക്റ്റൈൽ ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡ് ചെയ്ത് ഫെയിൽ ചെയ്യുക എന്നുള്ളതിന് മുമ്പായിട്ട് തന്നെ സംഭവിക്കുന്നൊരു കാര്യമാണ് ഇലാസ്റ്റിക് ഫെയിലിയർ. ഓക്കെ, അതായത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് വെച്ചിട്ട് തന്നെ ഒരുപാട് ഡീഫർമേഷൻസ് ഒരു കമ്പോണൻ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഒരു ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും ഒരു ഫെയിലിയർ ആണ്. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഫെയിലിയർ എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഈൽഡിങ് സംഭവിക്കും, ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ കുറേ കൂടി നമുക്ക് അവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. ദെൻ അഗെയിൻ നമ്മൾ ലോഡിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രാക്ചർ അതല്ലെങ്കിൽ അതൊരു പെർമനൻ്റ് ഫെയിലിയറിലേക്ക് പോവും അവിടെ. അപ്പോൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ഈ രീതിയിൽ ഇലാസ്റ്റിക് ഫെയിലിയർ സംഭവിക്കാം, അതല്ലെങ്കിൽ അവിടെ ഈൽഡിങ് ഉണ്ടാവാം. ദെൻ ഒരു ഡക്റ്റൈൽ ഫ്രാക്ചർ എന്നുള്ള രീതിയിലേക്ക് ഫെയിൽ ചെയ്ത് പോവാം. അതല്ലെങ്കിൽ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ ഈൽഡിങ് ഒന്നും സംഭവിക്കണില്ല, ഡയറക്റ്റായിട്ട് ഒരു ഫ്രാക്ചറാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രോബ്ലംസൊക്കെ കാണുമ്പോൾ നമുക്കവിടെ ഒരു ക്രൈറ്റീരിയ, ഫെയിലിയർ ക്രൈറ്റീരിയ എന്നുള്ളത് ഒന്നുകിൽ നമ്മുടെ ഈൽഡ് സ്ട്രെസ് റീച്ച് ചെയ്യുക. ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണെങ്കിൽ ഈൽഡ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ ഫെയിൽ ചെയ്തു, ഈൽഡ് സ്ട്രെസ്സിൻ്റെ മേലെ പോയാൽ അത് പിന്നെ അതിനൊരു പെർമനൻറ്റ് ഡീഫോർമേഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അത് ഫെയിലിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണു. ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആണെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫെയിലിയർ ക്രൈറ്റീരിയ. ഓക്കെ, ദെൻ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് കമ്പൈൻഡ് സ്ട്രെസ്സസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിലും ആ ഒരു കണ്ടീഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, തിയറീസ് ഓഫ് ഇലാസ്റ്റിക് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഈ ഒരു കമ്പൈൻഡ് സ്ട്രെസ്സസിൻ്റെ ചില കേസുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കമ്പൈൻഡ് സ്ട്രെസ്സസിൻ്റെ കാര്യങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ നോർമൽ സ്ട്രെസ്സസും ഉണ്ട്, ഷിയർ സ്ട്രെസ്സസും ഉണ്ട്. നോർമൽ സ്ട്രെസ്സുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് നോർമൽ സ്ട്രെസ്സുകൾ ആഡ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. അതേസമയം ഒരു നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഒരേപോലെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ തിയറീസ് ഓഫ് ഫെയിലിയറിനെയും അതേപോലെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു കമ്പൈൻഡ് സ്ട്രെസ്സസിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് തന്നെയാണ്. അവിടെ ഒരു ബെൻഡിങ് ലോഡ് ഉണ്ട്, അത് കാരണം ഒരു ബെൻഡിങ് സ്ട്രെസ്, അതേപോലെ ഒരു ടോർഷൻ, ഒരു ടോർക്ക് ആ ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അത് കാരണം ഒരു ഷിയർ സ്ട്രെസ്സും വരുന്നുണ്ട്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് എന്നുള്ളത് ഒരു നോർമൽ സ്ട്രെസ്സാണ്. ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതും നോർമൽ സ്ട്രെസ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കമ്പൈൻഡ് സ്ട്രെസ്സസ് വരുന്ന അല്ലെങ്കിൽ സെവറൽ ലോഡ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഡിങ് കണ്ടീഷൻസ് ഉണ്ടാകുന്ന കേസിലൊക്കെ കോംപ്ലക്സ് സ്ട്രെസ്സുകൾ, കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ ആ ഒരു സമയത്ത് നമ്മുടെ മെറ്റീരിയൽ, ഒരു കമ്പോണൻ്റ് മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് നമ്മൾ അതേ സിമിലർ കണ്ടീഷൻസ് വെച്ചിട്ടൊരു ടെസ്റ്റ് നടത്തിയാലാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ബിഹേവിയർ ആ ഒരു പർട്ടിക്കുലർ ലോഡിങ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതേപോലത്തെ ഒരു ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക വേണം. പക്ഷേ അത് നമുക്കറിയാം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലോഡിങ് കേസുകളുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു തിയറീസ് ഓഫ് ഇലാസ്റ്റിക് ഫെയിലിയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ലാബിൽ. യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ഇപ്പോൾ നമുക്ക്
പ്രോപ്പർട്ടീസ് അറിയേണ്ട ഒരു മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷനിലുള്ള ഒരു സ്പെസിമൻ ഇവിടെ കാണിച്ചിട്ടുള്ള പോലുള്ള ഒരു സ്പെസിമൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളത് ആ മെഷീനിലേക്ക് ഗ്രിപ്പ് ചെയ്ത് വെക്കും. ഒരു ഫിക്സഡ് ജോയും ഒരു മൂവബിൾ ജോയും അവിടെ ഉണ്ട്. അതേപോലെ അവിടുത്തെ സ്ട്രെസ്സ്, അവിടുത്തെ ഇലോങ്ങേഷൻ മെഷർ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ നമ്മളവിടെ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഗ്രാഫിൽ കാണുന്ന ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമുക്ക് അവിടെ അവൈലബിൾ ആവും. അപ്പോൾ ഈ ഒരു കർവിലത്തെ yield പോയിൻ്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിൻ്റ്, അതുപോലെ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടീസ് നമുക്കിങ്ങനെ ഒരു ടെൻസൈൽ സ്ട്രെസ്, ഒരു ടെൻസൈൽ ടെസ്റ്റ്, യൂണി ആക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏത് മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മുടെ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ കേസിലേക്ക് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം, ആ ഒരു കാര്യമാണ് നമുക്ക് തിയറീസ് ഓഫ് ഫെയിലിയറിലൂടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫെയിലിയർ തിയറീസ് ദ ഡാറ്റ ഒബ്റ്റൈൻഡ് ഇൻ ടെൻഷൻ ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് to determine the dimensions of the component irrespective of the nature of stresses induced in the component due to complex loads. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു കോംപ്ലക്സ് സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ലോഡുകൾ ആക്ട് ചെയ്യുന്ന കേസിലാണെങ്കിലും നമുക്ക് യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫെയിലിയറിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് തിയറീസ് ഓഫ് ഫെയിലിയർ വഴി കിട്ടുന്നത്. ദെൻ നമുക്ക് 5 ഫെയിലിയർ തിയറീസാണ് പഠിക്കാനുള്ളത്. നമ്മുടെ ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 21 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ റാങ്കൈൻസ് തിയറിയാണ്. സെക്കൻഡ് വൺ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി ഓർ സെയിൻവിനാൻസ് തിയറി. തേർഡ് വൺ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഓർ ട്രെസ്ക ആൻഡ് ഗസ് തിയറി. Then fourth one maximum strain energy theory or Hayes theory. Fifth one maximum shear strain energy theory or maximum distortion energy theory or von Mises and Henge's theory. ഇങ്ങനെ 5 തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, അതല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് തിയറി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ദെൻ റാങ്കൈൻസ് തിയറി, ഓരോ തിയറീസും പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റുകളുടെ പേര് വെച്ചിട്ടാണ് അവസാനം ആ ഒരു റെഡിൽ പേരുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫെയിലിയർ ഓഫ് എ മെക്കാനിക്കൽ കമ്പോണൻറ്റ് സബ്ജക്റ്റഡ് ടു ബയാക്സിയൽ ഓർ ട്രയാക്സിയൽ സ്ട്രെസ്സസ് ഒക്കേഴ്സ് when the maximum principal stress reaches yield or ultimate strength of the material. ഓക്കെ, അപ്പോൾ ഒരു കമ്പോണൻറ്റിൽ ബയാക്സിയലായിട്ടോ ട്രയാക്സിയലായിട്ടോ, അതായത് 2 ഡയമെൻഷനിലോ 3 ഡയമെൻഷനിലോ ആയിട്ടുള്ള സ്ട്രെസ്സുകൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ ലോഡിങ് കാരണം ഇതിലത്തെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. 2 ഡയമെൻഷൻ ആണെങ്കിൽ സിഗ്മ 1ഉം സിഗ്മ 2ഉം എന്ന് പറയുന്ന 2 പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിരിക്കും. 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 ഉണ്ടാവും, സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ നമ്മൾ ടെൻഷൻ ടെസ്റ്റിൽ കണ്ടുപിടിച്ചിട്ടുള്ള yield വാല്യൂവിനേക്കാളും കൂടുതലാവുക, അതല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഈക്വലായിട്ട് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കമ്പോണൻറ്റ് ഫെയിലായി എന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇപ്പം പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 കമ്പോണൻറ്റ്, ഇപ്പം ട്രയാക്സിയലാണെങ്കിൽ 3 കമ്പോണൻറ്റ് ഉണ്ടാവും, ബയാക്സിയലാണെങ്കിൽ 2 കമ്പോണൻറ്റ് സിഗ്മ 1, സിഗ്മ 2 ഉണ്ടാവും. അതിൽ ഏതാണോ വലുത്, എപ്പോഴും നമുക്ക് സിഗ്മ 1 തന്നെയാണ് വലിയ നമ്പറായിട്ട് വരാറ്. ആ ഒരു സിഗ്മ 1ൻ്റെ വാല്യൂ നമ്മുടെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മുടെ കയ്യിൽ ആകെ കൂടിയുള്ളത് yield സ്ട്രെസ് ആയിരിക്കും, ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ. അപ്പോൾ അതിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ മെറ്റീരിയൽ ഫെയിലായി എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസിലും നമ്മൾ ആ ഒരു കമ്പോണൻറ്റ് ഫെയിലായി എന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് കാരണമുള്ള ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് ഉള്ള ഒരു വാല്യൂ ആണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ നമുക്ക് കിട്ടുക. സിഗ്മ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. ദെൻ നമ്മുടെ കയ്യിൽ നമുക്ക് ഫെയിലിയർ ക്രൈറ്റീരിയ ആയിട്ടുള്ളത് yield സ്ട്രെസ്സോ അൾട്ടിമേറ്റ് സ്ട്രെസ്സോ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ, ഇപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ആകുമ്പോൾ
yield വാല്യൂ ആണ് ക്രൈറ്റീരിയ. അപ്പോൾ അതിനോട് ഈക്വലൻ്റ് ആയിട്ട് സിഗ്മ 1 വന്നു കഴിഞ്ഞാൽ കമ്പോണൻറ്റ് ഫെയിലായി. ഇനി ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് ഫെയിലിയർ ക്രൈറ്റീരിയ, അതിന് ഈക്വലായിട്ട് സിഗ്മ 1 വരികയാണെങ്കിലും നമ്മൾ കമ്പോണൻറ്റ് ഫെയിലായി എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ സിഗ്മ ഇ എന്ന് പറഞ്ഞിട്ടൊരു ടേം, അത് ചുമ്മാ ഒരു ജനറൽ നൊട്ടേഷനാണ്. ഓരോ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെയും ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ട്രയാക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സും ബയാക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സും ഒക്കെ ആക്ട് ചെയ്യുന്ന കാരണമുള്ള ഒരു ഈക്വാലൻ്റ് സ്ട്രെസ്സ് കണ്ടുപിടിക്കാനായിട്ട്, ആ ഒരു ഈക്വാലൻ്റ് സ്ട്രെസ്സ് എന്നുള്ള രീതിയിൽ അവിടുത്തെ സ്ട്രെസ്സുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സിഗ്മ ഇ. ഇതിനു ശേഷം വരുന്ന എല്ലാ തിയറീസ് ഓഫ് ഫെയിലിയറിലും നമ്മൾ സിഗ്മ ഇ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ ചുമ്മാ യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ബുക്കിലും അങ്ങനത്തെ ഒരു നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേറെ കൺഫ്യൂഷനൊന്നും വേണ്ട. ഈ ഒരു ഈക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് ആണ് ഈ ഒരു കേസിൽ വരുന്നത്. ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് ആ ഒരു ഈക്വാലൻ്റ് സ്ട്രെസ് എന്ന് പറയുന്ന ടേമിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂവിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ദെൻ അപ്പുറത്ത് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ yield സ്ട്രെസ് ആയിട്ടാവും, അതല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ആയിട്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെയിലിയർ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ്സ് നമ്മുടെ ഫെയിലിയർ ക്രൈറ്റീരിയ ആയിട്ടുള്ള yield സ്ട്രെസ്സിനോടോ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനോടോ ഈക്വൽ ആയാലും ഫെയിലിയർ ആയി എന്ന് പറയും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പോണൻറ്റ് ഫെയിൽ ആവല്ല വേണ്ടത്, നമ്മൾക്ക് അതിനെ സേഫ് ആക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം. അതിൻ്റെ ഒരു ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് ഇപ്പോൾ പറഞ്ഞ ആ ഒരു കേസിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കണ്ടീഷൻ ഇങ്ങനെയായിരിക്കും: ഈക്വാലൻ്റ് ലോഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫെയിലിയർ ക്രൈറ്റീരിയ ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ, ലെസ് ദാൻ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പോണൻറ്റ് സേഫ് ആണ്, ഈക്വൽ ടു എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഫെയിലിയർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ദെൻ അടുത്ത ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഒരു ഫെയിലിയർ തിയറീസ് പല തിയറീസ് ഉണ്ട്. അപ്പോൾ പല തിയറീസിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് മെറ്റീരിയലിൻ്റെ. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഏതായിരിക്കും ഒരു ബെസ്റ്റ് റിസൾട്ട് തരിക എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് അറിയണം. അപ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ കേസിലാണ്. ഇപ്പോൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ കൊണ്ടുള്ള ബ്രിട്ടിൽ മെറ്റീരിയൽ, ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു കമ്പോണൻറ്റിൻ്റെ ഫെയിലിയർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് റാങ്കൈൻസ് തിയറിയാണ്, അല്ലെങ്കിൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയാണ്. അവിടെയാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ നല്ല ഒരു പ്രഡിക്ഷൻസ് കിട്ടുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കേസിലാണ്. ഡക്റ്റൈൽ മെറ്റീരിയലിന് ഈ ഒരു തിയറി നമ്മൾ പ്രിഫർ ചെയ്യണില്ല. ഓക്കെ, അതിൻ്റെ കേസിൽ നമുക്ക് വേറെ ഇക്വേഷൻസ് അല്ലെങ്കിൽ വേറെ തിയറീസാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരുന്നത്. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയും ഡിസ്റ്റോർഷൻ എനർജി തിയറിയൊക്കെയാണ് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിൽ യൂസ് ചെയ്യുക. ബ്രിട്ടിൽ മെറ്റീരിയലിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയിലാണ്, അല്ലെങ്കിൽ റാങ്കൈൻസ് തിയറിയിലാണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ഫെയിലിയർ തിയറി നമുക്ക് നോക്കാം, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി ഓർ സെയിൻറ്റ് വിനാൻസ് തിയറി. അപ്പോൾ ഇതിനും സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എല്ലാത്തിൻ്റെയും ഏറെക്കുറെ ഒരു അവിടുത്തെ വേർഡ്സൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറേ വേർഡ്സുകളൊക്കെ സിമിലർ ആയിരിക്കും. ദെൻ എൻഡിലെത്തുമ്പോഴത്തേക്കും അവിടെ ആ ഒരു പർട്ടിക്കുലർ എന്താണ് ആ ഒരു തിയറിക്കുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കി കാണാം. ദി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫെയിലിയർ ഓഫ് എ മെക്കാനിക്കൽ കമ്പോണൻറ്റ് സബ്ജക്റ്റഡ് ടു ബയാക്സിയൽ ഓർ ട്രയാക്സിയൽ സ്ട്രെസ്സസ് ഒക്കേഴ്സ് വെൻ ദി മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ ജസ്റ്റ് എക്സീഡ്സ് ദി സ്ട്രെയിൻ കറസ്പോണ്ടിങ് ടു ടെൻസൈൽ yield പോയിന്റ് ഇൻ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് കാരണം ഒരു കമ്പോണൻറ്റിൻ്റെ സ്ട്രെയിൻ ടെൻസൈൽ ടെസ്റ്റ് നടത്തുന്ന കമ്പോണൻറ്റിലെ സ്ട്രെയിൻ ഈക്വൽ ആകുമ്പോഴത്തേക്കും നമ്മളവിടെ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെയിനിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളവിടെ ഫെയിലിയർ ഉണ്ടായി എന്ന് പ്രിഡിക്റ്റ് ചെയ്യണം. അതാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി. ഓക്കെ, അപ്പോൾ എല്ലാ തിയറിയിലും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. നമ്മുടെ തിയറിയിൽ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഒരു പാരാമീറ്റർ ടെൻഷൻ ടെസ്റ്റിലുള്ള പാരാമീറ്ററിന് ഈക്വൽ ആകുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാളും കൂടി വരുമ്പോഴാണ് നമ്മുടെ ഫെയിലിയർ ഉണ്ടായെന്ന് നമ്മൾ പറയുക.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ ആണ്. ആ സ്ട്രെയിനിൻ്റെ വാല്യൂ ടെൻഷൻ ടെസ്റ്റ് നടത്തുമ്പോഴും സിമിലർ ആയിട്ടൊരു സ്ട്രെയിൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു മെറ്റീരിയലിന്. അപ്പോൾ ആ ഒരു സ്ട്രെയിനിൻ്റെ മേലെ നിങ്ങളുടെ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിലത്തെ സ്ട്രെയിൻ പോയി കഴിഞ്ഞാൽ കമ്പോണൻറ്റ് ഫെയിലായി എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ഈക്വാലൻ്റ് സ്ട്രെസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതിനെ എല്ലാത്തിനെയും സ്ട്രെസ്സിൻ്റെ ടേമിലേക്ക് കൊണ്ടുവന്നാലാണ് നമുക്ക് ഈൽഡ് സ്ട്രെസ് ആയിട്ടോ അൾട്ടിമേറ്റ് സ്ട്രെസ് ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റർ സ്ട്രെയിൻ ആണ്, പക്ഷേ നമുക്കതിനെ സ്ട്രെസ്സിൻ്റെ ടേമിലേക്ക് മാറ്റണം. എന്നാലാണ് നമ്മുടെ കയ്യിലുള്ള ഫെയിലിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈൽഡ് സ്ട്രെസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിൻ്റെ രീതിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഈക്വാലൻ്റ് സ്ട്രെസ്സിനെയാണ് നമ്മൾ സിഗ്മ ഇ എന്ന് കാണിക്കുന്നത്. ദെൻ ഇവിടുത്തെ കണ്ടീഷൻ ആ ഒരു ഈക്വാലൻ്റ് സ്ട്രെസ് എപ്പോഴും നമ്മുടെ ഈൽഡ് സ്ട്രെസ്സിൻ്റെ താഴെയായിരിക്കണം. അപ്പോൾ ഇവിടെ ഈൽഡ് സ്ട്രെസ്സിൻ്റെ വെച്ചിട്ടുള്ളൊരു ക്രൈറ്റീരിയ മാത്രമേ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിൻ പ്രോപ്പറായിട്ട് നമുക്ക് വിസിബിൾ ആവുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ മാത്രമാണ്. ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഫെയിലിയർ ക്രൈറ്റീരിയ ആണ് ഈൽഡ് സ്ട്രെസ്. ബ്രിട്ടിൽ മെറ്റീരിയലിന് ഇങ്ങനത്തെ ഒരു ഈൽഡ് സ്ട്രെസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറിയുടെ ഇക്വേഷൻസ് വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2 ഇക്വേഷൻ ε1 ε2 എന്ന് പറയുന്ന 2 ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാം, സ്ട്രെസ്സിൻ്റെ ടൈമിലാക്കാം. ഓക്കെ, അപ്പോൾ ε1 1 ഡിവൈഡഡ് ബൈ ഇ, ഈ യങ്സ് മോഡുലസ് എന്ന് പറയുന്ന സംഭവം, യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിൻ്റെ ടേമിലേക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്ററിലുള്ള യങ്സ് മോഡുലസിനെ നമ്മൾ ഇവിടേക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ε1 എന്ന് പറയുന്ന സ്ട്രെയിനിലേക്ക് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ട്രെസ് ടേമാണ് വരിക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈക്വാലൻ്റ് സ്ട്രെസ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. σ1 മൈനസ് മ്യൂ ഇൻറ്റു σ2. ഓക്കെ, അപ്പോൾ ഇവിടെ ε1 എന്ന് പറയുന്ന സ്ട്രെയിനെ നമ്മൾ യങ്സ് മോഡുലസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്കൊരു സ്ട്രെസ് മാത്രമായിട്ട് അവിടെ കിട്ടും. സ്ട്രെയിൻ എന്നുള്ളത് നമുക്ക് അവിടെ സ്ട്രെസ് ആക്കിയിട്ട് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ε1 ε2 എന്ന് പറയുന്ന 2 സ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ 2 വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലേതാണോ മാക്സിമം അതാണ് നമ്മുടെ ഇപ്പോൾ ക്രൈറ്റീരിയ വെച്ച് പറഞ്ഞാൽ എന്താണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ ഇതിൽ ε1 ε2 ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും മാക്സിമം സ്ട്രെയിൻ വരിക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാക്സിമം ഈക്വാലൻ്റ് സ്ട്രെസ് ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഈക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് ഇതിലത്തെ ഏതാണോ മാക്സിമം അതുകൂടെ കൊടുക്കുക. ദെൻ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെസ്സും നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റിയും വെച്ചിട്ട് നമ്മളവിടെ ഇക്വേറ്റ് ചെയ്ത് ഒരു ഡയമെൻഷൻ ആയിരിക്കും കണ്ടുപിടിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി 3 ഡയമെൻഷണൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് 3 പ്രിൻസിപ്പൽ സ്ട്രെയിൻസിൻ്റെ വാല്യൂസാണുള്ളത്. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ ഒരു യങ്സ് മോഡുലസ് വാല്യൂ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. നമ്മുടെ സ്ട്രെയിനിൻ്റെ വാല്യൂ ആയിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്ട്രെസ് ഒരു ഈക്വാലൻ്റ് സ്ട്രെസ് ε1 എന്ന് പറയുന്ന സ്ട്രെയിനിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രെസ്സാക്കി മാറ്റാം. അങ്ങനെ നമുക്ക് 3 സ്ട്രെസ് ഇക്വേഷൻസ് ഈക്വാലൻ്റ് സ്ട്രെസ്സിൻ്റെ 3 ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഏത് കേസിലാണോ മാക്സിമം വാല്യൂ വരുന്നത്, ഈക്വാലൻ്റ് സ്ട്രെസ്സിന് മാക്സിമം വാല്യൂ വരുന്നത്, ആ വാല്യൂ നമ്മൾ ഈ ഒരു ഈൽഡ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലേക്ക് ആ ഒരു കണ്ടീഷനിലേക്ക് കൊടുത്തിട്ടാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കുറേ കൂടി ക്ലിയർ ആവും. ദെൻ അടുത്ത മൂന്നാമത്തെ ഒരു തിയറി നമുക്ക് നോക്കാം, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഓർ ട്രസ്ക
തിയറി അല്ലെങ്കിൽ ഗസ്റ്റ് തിയറി എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തൊട്ട് മുമ്പത്തെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിരിക്കും. ദെൻ നമ്മളിവിടുത്തെ പാരാമീറ്ററിനെ ടെൻസൈൽ ടെസ്റ്റിലെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. The theory states that the failure of a mechanical component subjected to biaxial or triaxial stresses occurs when the maximum shear stress at any point in the component becomes equal to maximum shear stress corresponding to tensile yield point in simple tension test. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ പാരാമീറ്റർ മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. നമ്മളൊരു പർട്ടിക്കുലർ മെറ്റീരിയൽ ടെൻസൈൽ ടെസ്റ്റ്, യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് yield പോയിന്റ് എത്തുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഷിയർ സ്ട്രെസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിലുള്ള നമ്മുടെ കമ്പോണൻറ്റിലെ ഷിയർ സ്ട്രെസ് ഈ ടെൻസൈൽ yield പോയിന്റിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഒപ്പം എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ ഫെയിലിയർ ആയി എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഓൾറെഡി അത് പരിചയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ടോമാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിൽ നമുക്ക് അത് കണ്ടുപിടിക്കാം. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ടോമാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2 എന്നുള്ള ആ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ദെൻ ഇവിടുത്തെ ഒരു ഈക്വാലിറ്റി സ്ട്രെസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു ഷിയർ സ്ട്രെസ് ആണ്. പക്ഷേ നമുക്ക് ഫെയിലിയർ ക്രൈറ്റീരിയ ആയിട്ടുള്ളത് ഒരു ടെൻസൈൽ yield സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു yield സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ആയിരിക്കും നമ്മുടെ കയ്യിൽ നമുക്ക് ഫെയിലിയർ ക്രൈറ്റീരിയ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷിയർ സ്ട്രെസ്സിനെ നമുക്കൊരു നോർമൽ സ്ട്രെസ്സിൻ്റെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2 എന്ന് പറയുന്ന ഈ ഒരു ടേമാണ് ഷിയർ സ്ട്രെസ്സിന് ഈക്വലൻ്റ്. ഇവിടെ ഈ ബൈ 2 എന്നുള്ളത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2, സിഗ്മ 1 എന്നുള്ളത് ഒരു നോർമൽ സ്ട്രെസ്സാണ്, സിഗ്മ 2 എന്ന് പറയുന്നതും ഒരു നോർമൽ സ്ട്രെസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാലും അതൊരു നോർമൽ സ്ട്രെസ്സിൻ്റെ രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു 2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഷിയർ സ്ട്രെസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെ അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഡിനോമിനേറ്ററുള്ള 2 എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു നോർമൽ സ്ട്രെസ്സിൻ്റെ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഷിയർ സ്ട്രെസ്സിനെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വാലിറ്റി സ്ട്രെസ് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എപ്പോഴുമുള്ള കണ്ടീഷൻ. ഈക്വാലിറ്റി സ്ട്രെസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു yield സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ബട്ട് ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ നമ്മൾ സിഗ്മ UT ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈക്വാലിറ്റി സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ സിഗ്മ 1 മൈനസ് സിഗ്മ 2 എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡയമെൻഷനോ അതല്ലെങ്കിൽ നമുക്കൊരു കണ്ടുപിടിക്കേണ്ട പാരാമീറ്ററിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ ഈ ഒരു കേസിൽ തന്നെ നമുക്ക് ട്രയാക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്, ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ കാര്യമാണ് കണ്ടത്. അപ്പോൾ അവിടെ നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്നുള്ളത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരുന്നു. ഇനി 3 ഡയമെൻഷണൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാക്സിമം ഷിയർ സ്ട്രെസ്സിന് 3 ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഒന്നുകിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2, സിഗ്മ 2 മൈനസ് സിഗ്മ 3 ബൈ 2, അല്ലെങ്കിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 3 ബൈ 2 എന്ന് പറഞ്ഞിട്ട് 3 ഇക്വേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻ്റെ കേസിലും നമുക്ക് അതിനൊക്കെ ഒരു നോർമൽ സ്ട്രെസ്സിൻ്റെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അവിടെ ഡിനോമിനേറ്ററിലുള്ള 2 എന്ന് പറയുന്ന ടേമിന് നമുക്ക് ടോമാക്സിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നതെല്ലാം ഒരു നോർമൽ സ്ട്രെസ്സിൻ്റെ രീതിയിലാണ്. അപ്പോൾ ഇവിടുത്തെ 3 ഡയമെൻഷണൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ കേസിൽ നമ്മൾ ഈക്വാലിറ്റി സ്ട്രെസ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക.
ഒന്നുകിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ആവാം, സിഗ്മ 2 മൈനസ് സിഗ്മ 3 ആവാം, അല്ലെങ്കിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 3 എന്നുള്ള രീതിയിൽ വരാം. ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ അതിനെയാണ് നമ്മൾ ഈക്വാലൻ്റ് സ്ട്രെസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ 3 കേസിൽ ഏതെങ്കിലും ഒരു കേസിലാണ് മാക്സിമം വാല്യൂ വരുന്നുണ്ടായിരിക്കുക. അതാണ് നമ്മൾ ഈക്വാലൻ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ കേസിൽ നമ്മളിവിടെ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ്സുകൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ടെൻസൈൽ ടെസ്റ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ആകെ കൂടി ഒരൊറ്റ ടെൻസൈൽ സ്ട്രെസ് ഉള്ളൂ. ആ ഒരു ടെസ്റ്റിൻ്റെ പേര് തന്നെ യൂണി ആക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് എന്നാണ്. അപ്പോൾ അവിടെ സിഗ്മ 1 എന്ന് പറഞ്ഞ ഒരു സ്ട്രെസ് മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സിഗ്മ 2ഉം സിഗ്മ 3യും ടെൻസൈൽ ടെസ്റ്റിൻ്റെ കേസിൽ 0 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ ടോമാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 എന്ന് പറയുന്ന ഇക്വേഷനിൽ സിഗ്മ 1/2 എന്നുള്ള രീതിയിലേക്ക് അത് ചുരുങ്ങും. ഓക്കെ, അതിൻ്റെ കൂടെ വരാൻ സാധ്യതയുള്ള ബാക്കി ടേംസ് എല്ലാം 0 ആണ്. അതുകൊണ്ട് നമുക്ക് സിഗ്മ 1/2 എന്ന് പറയാം. ദെൻ നമ്മുടെ ടെൻസൈൽ ടെസ്റ്റിൽ yീൽഡ് പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും ഈ സിഗ്മ 1ൻ്റെ വാല്യൂ yീൽഡ് സ്ട്രെസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ഹെൽപ്പോട് കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കമ്പോണൻറ്റിൻ്റെ ഷിയർ ലോഡിങ്ങിൻ്റെ കേസിലുള്ള ഒരു yീൽഡ് വാല്യൂ എന്ന് പറയുന്നത് ടെൻസൈൽ ലോഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള yീൽഡ് വാല്യൂവിൻ്റെ ഹാഫാണ് എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പൽ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിലാണ് നമ്മൾ ഇപ്പോൾ പല പ്രോബ്ലംസും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ yീൽഡ്, അതായത് ഷിയർ yീൽഡ് സ്ട്രെസ് ആയിരിക്കും നമുക്ക് അവിടെ ഫെയിലിയർ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. നമ്മുടെ കമ്പോണൻറ്റിൽ ഒരു ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ, അത് കാരണമാണ് അവിടെ yീൽഡിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു yീൽഡ് സ്ട്രെസ്സിനെ നമ്മൾ ഷിയർ yീൽഡ് സ്ട്രെസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ടെൻസൈൽ yീൽഡ് സ്ട്രെസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി ആയിട്ടുള്ളൂ. ഷിയർ yീൽഡ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഫെയിലിയർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ടെൻസൈൽ yീൽഡ് സ്ട്രെസ്സിൻ്റെ വാല്യൂവിൻ്റെ ഹാഫാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് കണ്ടു. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. പക്ഷേ കുറേ ഇക്വേഷൻസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബേസിക് നോളജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും മിനിമം നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1, സിഗ്മ 2 എന്ന് പറയുന്ന ഇക്വേഷൻസെങ്കിലും അറിയണം. ഓക്കെ, ദെൻ ഓരോ ഫെയിലിയർ തിയറീസിൻ്റെയും കണ്ടീഷൻസ് ഡാറ്റ ബുക്കിലുണ്ടെങ്കിലും നിങ്ങളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻസും ദെൻ നിങ്ങളുടെ ഓരോ ഫെയിലിയർ തിയറിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ 2 ഫെയിലിയർ തിയറീസ് കൂടിയും ബാക്കിയുണ്ട്. നമ്മളിന്ന് 3 തിയറീസാണ് കണ്ടത്. ബാക്കി 2 ഫെയിലിയർ തിയറീസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.